ഒരു ദിവസം സുപ്രൻ കുറിഞ്ഞിക്കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അതേസമയം സുപ്രനെ കുടുക്കാനുള്ള പ്ലാൻ നോക്കുകയായിരുന്നു ഉഗ്രനും ചതുരനും. അവർ എന്ത് ചെയ്തെന്നോ? സുപ്രൻ പോകുന്ന വഴിയിലെല്ലാം കരിമ്പ് കെട്ടുകൾ വെച്ചു. കരിമ്പ് കണ്ട സുപ്രന് കൊതി അടക്കാനായില്ല. അവൻ കരിമ്പ് ഓരോന്നായി കഴിക്കാൻ തുടങ്ങി. കരിമ്പ് കഴിച്ച് കഴിച്ച് അവൻ ഒരു ഗുഹയുടെ മുന്നിലെത്തി. കൊതി മാറാത്ത സുപ്രൻ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി. കരിമ്പ് കഴിച്ച് കഴിച്ച് അവൻ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. ഇതെല്ലാം ഉഗ്രന്റെയും ചതുരന്റെയും ബുദ്ധിയായിരുന്നു. അവർ ആ ഗുഹ അടയ്ക്കാൻ തീരുമാനിച്ചു. അവർ മരക്കഷ്ണം കൊണ്ട് ആ ഗുഹ അടയ്ക്കാൻ തുടങ്ങി. എന്നാൽ മാളു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾ നേരെ ആശാൻ കരടിയുടെ അടുത്തേക്ക് ഓടി. സുപ്രൻ അപകടത്തിൽപ്പെട്ട വിവരം മാളു ആശാനെ അറിയിച്ചു. ഉടനെ അവർ അങ്ങോട്ടേക്ക് ഓടി. ആശാൻ കരടി ശക്തനായിരുന്നു. ആശാൻ ആ മരക്കഷ്ണങ്ങൾ എടുത്തു മാറ്റാൻ തുടങ്ങി. ഇപ്പോഴും ഇതൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു നമ്മുടെ സുപ്രൻ. അവർ സുപ്രനെ വിളിച്ചു നിർത്തി കാര്യം പറഞ്ഞു. പണി പാളിയതറിഞ്ഞ ഉഗ്രനും ചതുരനും അവിടെ നിന്ന് ഓടി. എന്നാൽ അവർ ചെന്നുപെട്ടത് സുപ്രന്റെ മുന്നിലായിരുന്നു. സുപ്രൻ ദേഷ്യത്തോടെ അവര് രണ്ടുപേരെയും നല്ല തൊഴി വെച്ചു കൊടുത്തു. എത്ര ശക്തിയുണ്ടേലും ഇപ്പോഴും ശ്രദ്ധയോടെ നടക്കണമെന്നും അബദ്ധത്തിൽ പോയി ചാടരുതെന്നും ആശാൻ സുപ്രനെ ഉപദേശിച്ചു. സുപ്രൻ രക്ഷപ്പെട്ടതറിഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു.